സിനിമ അഭിനയിക്കാൻ വലിയ ആഗ്രഹമൊന്നുമില്ലായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സിനിമ വന്നിരുന്നു, ആവേശം. പിന്നെ കാളി ബ്രോ വളരെ ഫ്രണ്ട്ലിയാണ്. കാരണം ഒരു പറയാൻ പറഞ്ഞല്ലേ, ഞങ്ങൾ വലിയ അവകാശങ്ങളൊന്നും ഇല്ല. ലോകത്ത് കാണാത്ത സിനിമയാണ്, ലോകത്ത് കാണാത്ത കഥയാണെന്നൊന്നും പറയുന്നില്ല. ഹലോ ഗൈസ്, ഞാനിന്ന് വളരെ ഹാപ്പിയാണ്. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച നമ്മുടെ ആശകളായിരം സിനിമ ഫെബ്രുവരി 6 ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അത് മാത്രമല്ല, ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്, നമ്മുടെ സ്വന്തം ഗസ്റ്റ് ഒന്നും അല്ല മച്ചാന, കാളിദാസ് ചേരാം. വണക്കം. പിന്നെ നമ്മുടെ പടം ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അതെ, ഫെബ്രുവരി 6 ഞങ്ങളുടെ കൊച്ചു കൊച്ചു ആശകളായിരുന്നു. ഏതാണ്ട് മാട്ട സാധനം അടിച്ച് ആടി വന്നിട്ട് ആക്ടിങ് പോലും. തിയേറ്ററിൽ വരികയാണ്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം കേട്ടോ. കാരണം ആദ്യം അഭിനയിക്കുന്ന കാളിബ്രോയുടെ കൂടെയാണ്, ജയറാം സാറിനോട്. എനിക്കും ആ ഭാഗ്യം കിട്ടി. താങ്ക് യു. എന്റെ കുട്ടികളെ ഏറ്റവും മനോഹരമാക്കിയ ഒരാളാണ് ജയറാം സാർ. ഇപ്പൊ ജയറാം സാറിന്റെ ഒരു സിനിമ അഭിനയിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. ഞാൻ ആദ്യം മർച്ചനേവിലായിരുന്നു. ആശകളായിരത്തിനെ പറ്റി ഇതാണ് പറയുന്നത്. അല്ല, ഞാൻ പറയുന്നത് കഥ ശേഷം. അപ്പം മർച്ചനേവിലായിരുന്നു. അപ്പം അവിടുന്ന് ലീഡിന്റെ സമയത്ത് യൂട്യൂബ് തുടങ്ങി. അപ്പൊ അതിനുശേഷം എനിക്ക് സിനിമ അഭിനയിക്കാൻ വലിയ ആഗ്രഹമൊന്നുമില്ലായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സിനിമ വന്നിരുന്നു, ആവേശം. പക്ഷെ സിനിമയിലൊരു വിളിച്ചിരുന്നു, ഇതുപോലെ സംഭവം ഉണ്ട്, ബാംഗ്ലൂർ വെച്ച ഷൂട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ. പക്ഷെ തന്നെ ഞാൻ ജോലി മാറ്റി വെച്ചിട്ട് നിൽക്കുന്നുണ്ട്. സിനിമയിലോട്ട് പോയി കഴിഞ്ഞാൽ വിജയിക്കോ വരുന്നൊരു അറിവില്ലല്ലോ, കാരണം നമുക്ക് അറിയത്തില്ല, ചാൻസ് കുറവാണ്. അതുകൊണ്ട് ഞാൻ അന്ന് പോയി, കാരണം എനിക്ക് അറിവില്ല. ആവേശം ചെയ്യാതെ ഞങ്ങളുടെ സിനിമ ഇല്ല, അത് കാരണം വേറെ സംഭവിച്ചു കഴിഞ്ഞാൽ അന്ന് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. എനിക്ക് ഭയങ്കര സങ്കടം, ഒരു ഉറക്കമില്ലാത്ത കൂട്ടത്തൊരു സംഭവമായി പോയി. അപ്പൊ ഞാൻ എന്റെ ഡയറക്ടറിനൊക്കെ മെസ്സേജ് പറഞ്ഞ എനിക്ക് അറിയത്തില്ലായിരുന്നു ഒരു വലിയൊരു പടം അല്ലെങ്കിൽ സംഭവം. എനിക്ക് അറിവില്ലായ്മ കൊണ്ടാണെന്ന് വരാൻ പറ്റാത്തത് ജസ്റ്റ് പറഞ്ഞു. അപ്പൊ കൂടി പറഞ്ഞ കാലടാ, ഇനി ചാൻസുകൾ വരും. അത് കഴിഞ്ഞ് കുറെ ഡയറക്ടർമാർക്ക് മെസ്സേജ് അയച്ചു, ഒരു 19 മെസ്സേജ് ഡയറക്ടർമാർക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് പറയാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെ പറഞ്ഞേ, വിളിക്കണമെന്ന് പറഞ്ഞു. അത് മാത്രമല്ല കുറെ പ്രൊമോഷൻസും ചെയ്തു. ഇൻസ്റ്റ പ്രൊമോഷൻ, സിനിമ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇതുപോലെ കാരണം ചാൻസ് കിട്ടുമല്ലോ. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞ് പിന്നാണ് എന്നെ ആശകളായിട്ട് വിളിക്കുന്നത്. പക്ഷെയാണ് വിളിക്കുന്നത്. അത് ജൂഡേട്ടനാണ് എന്നെ വിളിക്കുന്നത്. പുള്ളിക്കാരന്റെ 2 മക്കളുണ്ട്. അപ്പൊ അവർ സ്ഥിരം എന്റെ വീട്ടിൽ കാണും. അപ്പൊ ഞാൻ വീട്ടിൽ എന്നെ കണ്ട് പുള്ളി വിളിച്ചു. വിജയ് സാർ പറയുന്ന പോലെ വിളിച്ചു. പക്ഷെ എനിക്ക് ആ പണ്ടത്തെ സങ്കടം മാറി കിട്ടി. അതാണ് ഞാൻ പറയാൻ വേണ്ടി വന്നത്. അന്ന് എനിക്ക് മിസ്സായത്, അല്ലെങ്കിൽ സിനിമ മിസ്സായത്. പക്ഷെ ഇന്ന് അതിലും വലിയൊരു പടത്തിന്റെ ഭാഗം എന്നെ കൊണ്ട് പറ്റി. ജയറാം സാറോട് ഒരു ഷോട്ട് 1-2 ഷോട്ടേ ഉള്ളൂ. പക്ഷെ സാറിന്റെ പടത്തില് ഒരു വേഷം ചെയ്യാൻ വേണ്ടി പറ്റി. ഞങ്ങൾ വലിയ അവകാശങ്ങളൊന്നും ഇല്ല. ലോകത്ത് കാണാത്ത സിനിമയാണ്, ലോകത്ത് കാണാത്ത കഥയാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കും ആശകളായി. പിന്നെ കാളി ബ്രോ വളരെ ഫ്രണ്ട്ലിയാണ്. കാരണം പറയാൻ പറഞ്ഞല്ലേ, സീരിയസ് ഒരു തരത്തിലുള്ള അൺകംഫോർട്ട് എനിക്ക് ഫീൽ ആയിട്ടില്ല. അഭിനയിക്കുമ്പോഴായാലും എല്ലാം പക്ക നല്ല എന്താണ് പറയുക, നമുക്ക് കൂടുതൽ എനർജിയാണ് പുള്ളിക്കാരൻ അഭിനയിക്കുമ്പോൾ. എല്ലാത്തിനും കൂടെ വയ്ക്കും. തെറ്റുവാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ഇതിൽ നമുക്ക് നിന്ന് ഫുൾ അഭിനയിക്കാൻ പറ്റി. കാളിപ്പുഴ എവിടെയൊക്കെ ഉണ്ട്, അവിടെ ഞാൻ ഏകദേശം ഉണ്ട്. അഖിൽ എവിടെയൊക്കെ ഉണ്ടോ ഞാൻ അവിടെ ഉണ്ട്, തിരിച്ചാണ് പറയുന്നത്. അപ്പം ലൊക്കേഷൻ ആയപ്പോലും നല്ല ഫണ്ണായിരുന്നു അല്ലേ? അത്യാവശ്യം അല്ലെ. ഞാന് എന്റെ ചാനൽ ആയതുകൊണ്ട് പറയുന്നതല്ല, ഞാൻ ഓരോ സെറ്റിൽ പോകുമ്പോഴും ഞാൻ അവിടുന്ന് ഓരോ ചെറിയ തിങ്സ് പിക്കപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഇതിന്റെ ഇത് രണ്ടാമത്തെ സിനിമയാണ്. ആദ്യം അഭിനയിച്ചു, അത് ഇറങ്ങിയിട്ടില്ല. ടെക്നിക്കലി ആദ്യത്തെ സിനിമയാണ്. ഞാൻ സത്യം പറഞ്ഞ ഇതിന്റെ കുറെ കാര്യങ്ങൾ ഞാൻ ചെറിയ കാര്യങ്ങൾ പിക്കപ്പ് ചെയ്തു. അതായത് എങ്ങനെ നമുക്ക് ഒരു കൗണ്ടർ ടൈമിങ്ങിൽ അടിക്കുക. അപ്പം എന്തായാലും നല്ലൊരു ആർട്ടിസ്റ്റ് ആയിട്ട് വരും. അവന്റെ നല്ലൊരു ഗ്രോത്ത് കാണാൻ പറ്റട്ടെ. ഡയറക്ടർ പ്രജിത്തേട്ടൻ പുള്ളി അടിപൊളിയാണ്. കാരണം പടക്ക സെൽഫി എന്ന് പറയുന്ന ഒരു 1 ഹിറ്റ് ഉള്ള പടം എടുത്തൊരു വ്യക്തിയാണ്. മാത്രമല്ല പുള്ളി ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കൂളാണ് അല്ലേ? അപ്പൊ ലൊക്കേഷൻ അല്ലെങ്കിലും ഭയങ്കര കൂളാണ്. കാരണം ഭയങ്കര ഫ്രണ്ട്ലിയാണ് പുള്ളി. മറ്റേ ധോണിയുടെ ക്യാപ്റ്റൻസി പോലെ പ്രഷർ സമയത്ത് മൊത്തം ഭയങ്കര കൂടുതൽ. ബ്രോക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പടമാണ്? ഇഷ്ടപ്പെട്ട പടം ഇത് ചെയ്തെടുത്ത് ബ്രോയ്ക്ക് ഒരു ഫേവറേറ്റ് പടം എല്ലാവരും കാണുമല്ലോ. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പാവക്കഥയിൽ നെറ്റ്ഫ്ലിക്സിൽ വന്ന അതായിരിക്കും എപ്പോഴും എന്റെ ഒരു സ്പെഷ്യൽ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ബ്രോയെ അക്സെപ്റ്റ് ചെയ്തത് ആ ഒരു പടത്തിൽ കൂടെ ആയിരിക്കും അല്ലേ? ഏജ് ആയിട്ടുള്ള അല്ലേ?
ഏറ്റവും കൂടുതൽ അക്സെപ്റ്റൻസ് എനിക്ക് കിട്ടിയത് കൊച്ചു സന്തോഷങ്ങളാണ്. പിന്നെ എന്റെ വീട് അപ്പുണ്ട്. അല്ല പ്രായമായതിനു ശേഷം വിക്രമൊക്കെ ചെയ്തിരുന്നാലും ഒരു ഫുൾ ലെങ്തില് കഥകളായിരുന്നു. എല്ലാവരും അപ്രീഷിയേറ്റ് ആക്ടിങ് ആയിരുന്നു. അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ അതിന്റെ തങ്കമെന്നുള്ള പാട്ട് ഞാൻ കുറെ റീലാണ് യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൈറ്റ്സ് ഇല്ല അത് കോപ്പറേറ്റ് ഇട്ടായിരിക്കാനുള്ള ഭാഗമൊക്കെ ചെയ്യണം. 7 സെക്കൻഡ് ഒക്കെ ഇട്ട് കട്ട് ചെയ്ത് അങ്ങനെ ഇതുമായിട്ട് കോപ്പറേറ്റ് വന്നിട്ടില്ല. വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എനിക്കറിയത്തില്ല, ഞാൻ വിചാരിച്ച സിനിമയില് സെറ്റിൽ കാണുന്നുണ്ടല്ലോ, സെറ്റിൽ കാണുമ്പോൾ നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയിരിക്കും. അത് കഴിയുമ്പോൾ മെസ്സേജ് അയച്ചപ്പോൾ റിപ്ലൈ തരത്തിലുള്ള. പക്ഷെ ബ്രോ അങ്ങനെ ആരൊക്കെ ചെയ്തിട്ടുണ്ട്? അങ്ങനെ ശരിക്കും ഈ ചിലപ്പോ ചില ഡയറക്ടേഴ്സ് സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞില്ലേ പോലെ ചിലപ്പോ നമ്മള് പടത്തിന് പ്രൊമോഷൻ ഒക്കെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അടുത്ത പടത്തിൽ വിളിക്കുന്ന പ്രതീക്ഷയില് പലരും പറയും വിളിക്കാന്നൊക്കെ പറയും. പക്ഷെ പലരും വിളിച്ചിട്ടില്ല. അവരൊക്കെ എങ്ങാനും വിളിക്കാതിരുന്നെങ്കിൽ അടുത്ത ഇത് അല്ല ബ്രോയുടെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ എപ്പം മെസ്സേജ് റിപ്ലൈ വരും. അതൊരു വലിയ കാര്യം തന്നെ. ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ ജയറാം സാറോട്ട് വലിയ ആക്ടറിന്റെ മകൻ എങ്കിലും നമ്മള് മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ ആയിരുന്ന വലിയ കാര്യം എനിക്ക്. ബ്രോ നമ്മുടെ പടത്തിന് സ്റ്റാർട്ടിങ് വന്നപ്പോ അത്യാവശ്യം നല്ല ബൾക്കാർ ഇപ്പൊ നല്ലപോലെ മെലിഞ്ഞിട്ട് നല്ല എന്താ പറയുക ഫിറ്റ് കൂടിയായി. ഈ ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു പറയാം. എന്ന് വെച്ചാൽ മെലിഞ്ഞവരാണ് നല്ലവര് അങ്ങനെ ധ്വനിയുണ്ട്. അങ്ങനൊരു സംഭവമില്ല. നമ്മളങ്ങനെ ഒരിക്കലും വണ്ണത്താക്കാൻ സംഭവം കളിയാക്കും അങ്ങനൊന്നും അല്ല. എങ്കിൽ ഈ ട്രാൻസ്ഫോർമേഷന്റെ സംഭവം പറഞ്ഞു ചിലപ്പോൾ ചിലർക്ക് അതൊരു ഉപകാരമാവും. അങ്ങനെ കൊല്ല ഞാൻ ഇതിനെപ്പറ്റി ചില ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആസ് എ പേഴ്സൺ ഒരുപാട് ബോഡി ഷേമിങ് ഇതിൽ ഗോ ത്രൂ ചെയ്തൊരു പേഴ്സൺ ആണ്. പിന്നെ ഇത് ഇപ്പൊ ഓപ്പൺ ആയിട്ട് വേണമെങ്കിൽ പറയാം, ബോഡി ഡിസ്മോർഫിയ എന്ന് പറയും. അതായത് നമ്മുടെ ബോഡി ചിലപ്പോൾ ഒരു തേർഡ് പേഴ്സണ് തോന്നുമായിരിക്കും, പക്ഷെ നമുക്കത് എത്ര പെർഫെക്റ്റ് ആണെങ്കിലും ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല നമ്മുടെ അപ്പിയറൻസിൽ. ഒരു ബോഡി ഡിസ്മോർഫിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ജനറലി ഒരു നമ്മുടെ ഷൂട്ടൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി പിടിക്കാം. ചെറിയ ചെറിയ മാറ്റം ഐറ്റംസിനൊക്കെ അല്ല, നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാം, മാക്സിമം നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മള് അഖിലല്ലാതെ ഈ സിനിമയില് ആശ്ചേച്ചിയുണ്ട്, എന്റെ അമ്മയായിട്ട് ആശ്ചേച്ചി അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഇഷാനി ഹീറോയിനായിട്ട് ഇഷാനി കൃഷ്ണ, പിന്നെ നമ്മുടെ ഷറഫുദ്ദീൻ, പിന്നെ രമേശ് പിഷാരടി, നമ്മുടെ മരമായത്തിലെ ഉണ്ണിച്ചേട്ടൻ, ഷിൻസേട്ടൻ, അങ്ങനെ നല്ല ആർട്ടിസ്റ്റ്, നല്ല ആർട്ടിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഭാഗ്യം ഈ സിനിമയിൽ ഞങ്ങൾക്ക് കിട്ടി. ഇനി വന്ന ശേഷം സ്ക്രീനിൽ എന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ വർക്ക് ഞങ്ങൾ മാക്സിമം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ദൈവത്തിന്റെ റിസൾട്ട് കണ്ടത് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ പോയി കണ്ടാൽ മാത്രമേ ഇത് വിജയിക്കത്തുള്ളൂ. ഇതൊക്കെ കൂടാതെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങില് ഈ സിനിമയിൽ ആക്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ രഞ്ജിത്ത്, വൈശാഖ് നമ്മൾ തണ്ണീർബന്ധം നിങ്ങൾ അതിന്റെ മറ്റേ ചിക്കൻ ബോക്സ് അവരെ കാണുമ്പോൾ ഏറ്റവും ആൾക്കാർ പറഞ്ഞതാ. പിന്നെ നമ്മുടെ ആനന്ദു, അതെ, അങ്ങനെ അടിപൊളിയായിരുന്നു. സെറ്റ് മൊത്തം അടിപൊളിയായിരുന്നു. കുറെ എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെന്താണ്, പിന്നെ ഡേറ്റ് ഫെബ്രുവരി 6-നാണ്. അപ്പൊ എല്ലാരും പോയിട്ട് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതുപോലത്തെ പടങ്ങൾ പറഞ്ഞെങ്കിൽ ഈ പടം നല്ല ഹിറ്റ് ആവണം. എനിക്കും അതെ, എനിക്ക് ഇതുപോലെ ബ്രോയി ഒരു എന്താ പറയുക, ഒരു സൂപ്പർ സ്റ്റാർ, സൂപ്പർ ആക്ടറായിട്ട് അത് മതി. അത് തന്നെ വലിയ കാര്യം. അന്നലെ എനിക്ക് സൈഡിലുള്ള കിട്ടി ഇങ്ങനെ പറയുന്നവര് വേണം സൂക്ഷിക്കാൻ. ഓക്കെ, ഫെബ്രുവരി 6 ആശകളായാലും ഇൻ തിയേറ്റേഴ്സ്. മറക്കരുത്.